എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷാ റിസൾട്ടും അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ടും എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് കമൻറ്റ് ബോക്സിലൂടെയും അല്ലാതെയും പേഴ്സണലായിട്ടൊക്കെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷാഫലവും അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ടും എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്. മോസ്റ്റ് പ്രോബബിളി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാലാം സെമസ്റ്റർ എക്സാം റിസൾട്ടിൻ്റെ കാര്യം എടുക്കുമ്പോൾ ആദ്യം പരീക്ഷ കഴിഞ്ഞത് നാലാം സെമസ്റ്റർ പരീക്ഷയാണ്. അതിനുശേഷം മാത്രമേ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷകൾ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലമാണ് ആദ്യം വരാനുള്ള സാധ്യത. കാരണം ജൂലൈ മാസം 28-നാണ് നാലാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷകളുടെ വാല്യുവേഷൻ ആരംഭിക്കുന്നതും പിന്നീട് തുടർന്ന് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും മുന്നോട്ട് പോവുക. അപ്പോൾ ഓഗസ്റ്റ് മാസം 10-നുള്ളിൽ തന്നെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം വരും എന്നുള്ളത് എന്തായാലും ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷാഫലം എന്നായിരിക്കും, അതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി എന്നായിരിക്കും നടപടിക്രമങ്ങൾ ആരംഭിക്കുക? വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ കാര്യമുണ്ട്. ഗ്രാജുവേഷൻ സെറമണിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് നിരവധി തിരക്കുകളുണ്ട്. അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് മാസം അവസാനത്തോടെയൊക്കെ വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം തീർച്ചയാണ്. പ്രിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഒത്തിരി കാര്യം മാത്രമാണ്. ആദ്യം നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും യൂണിവേഴ്സിറ്റി ചെയ്യുകയുള്ളൂ. ഇത് മാത്രമല്ല, ഗ്രാജുവേഷൻ സെറിമണി ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളിൽ യൂണിവേഴ്സിറ്റി തിരക്കിലാണ് എന്നുള്ള വിവരവും പ്രധാനമായും ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഒരു ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എക്സ്പെക്ട് ചെയ്യാം. നിരവധി വിദ്യാർത്ഥികൾ ഇക്കാര്യങ്ങൾ നമ്മളോട് കമൻറ്റിലൂടെ ചോദിക്കുന്നതിന് കാരണം പല വിദ്യാർത്ഥികൾക്കും ഇത് നാലാം സെമസ്റ്ററിൽ മാത്രം അല്ലെങ്കിൽ തന്നെ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയിൽ മാത്രം സപ്ലി ഉള്ള വിദ്യാർത്ഥികൾക്ക് അതൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി എന്ന പഠനം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് ഇക്കാര്യങ്ങളും പറയുന്നത്. എന്തായാലും കാത്തിരിക്കുക. നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ ജൂലൈ മാസം 28-ന് ആരംഭിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസം 10-നുള്ളിൽ തന്നെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കും. അത് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം മാത്രമേ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പുതിയ കാണുന്നവരുമായി നമസ്കാരം. ഫൗണ്ടർ ഓഫ് സ്കൈ ഫോർ ദ കരികടൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.